ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഈ വർഷത്തെ അവസാനത്തെ 369 മാനിഫെസ്റ്റേഷൻ ഡേ ആണ്. ഈ വർഷത്തെ എന്നല്ല, ഇനിയൊരു 9 വർഷത്തേക്ക് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഡേ ഉണ്ടാവുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ അധികം പവർഫുള്ളായിട്ടുള്ളതാണ് ഈ ഒരു 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിക്കോള ടെസ്ലയാണ് ഇത് കണ്ടുപിടിച്ചതെന്നും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമൊക്കെ 21-ാം തീയതി ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്നത്തെ അതേ കാര്യമാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അന്നത്തെ ആ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഇനി എന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പം നാളെ 30/6/2025 369 ഡേ ആണ്. അന്ന് ചെയ്യാൻ പറ്റാത്തവർക്കും അന്ന് ചെയ്തവർക്കും ഒക്കെ നാളെയും ചെയ്യാവുന്നതാണ്. അതുമാത്രവുമല്ല, ഒരുപാട് പേർക്ക് അന്ന് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കാരണം അന്ന് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് സംശയങ്ങളും കൂടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാനത് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പം നാളത്തെ ദിവസം നിങ്ങളത് ചെയ്യണം. അന്നത് ചെയ്തിട്ട് അരമണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടിയവർ വരെയുണ്ട്. നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് പോസ്റ്റും ചെയ്തിരുന്നു. 12 മണിക്ക് ചെയ്തിട്ട് 12:30ക്ക് റിസൾട്ട് കിട്ടിയവർ, അന്ന് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് കിട്ടിയവർ, 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയവർ, കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു 4 ദിവസത്തിന് ശേഷം റിസൾട്ട് കിട്ടിയവർ. അങ്ങനെ അന്നത്തെ ദിവസം അത് ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് എന്താണ് ചെയ്തതെന്നുള്ളത്. അന്നത്തെ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഇത് മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. കാരണം നാളത്തെ ഒരു ദിവസം കൂടിയിട്ട് ഇതുള്ളൂ, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 369 മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി ഒരു 21 ഡേയ്സ് ഒക്കെ എഴുതണം. അപ്പം ഇത്രയും പവർഫുള്ളായിട്ട് ഒരു ദിവസം ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. പീരിയഡ്സ്, പുലവാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു കാര്യം ചെയ്യുന്നതിനില്ല. സെക്കൻഡത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് ഏത് സമയത്തും ചെയ്യാം. നാളെ ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ നാളെ രാത്രി 11:59 മുൻപ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സെക്കൻഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസവും അതേപോലെ തന്നെ നമ്മുടെ ശാന്തമായിട്ടുള്ള ഒരു സമയവും മാത്രമേ ഇതിന് വേണ്ടൂ. അപ്പോൾ ആ ഒരു സംശയം കംപ്ലീറ്റ് ചെയ്തു. 2 കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത് ചെയ്യുക. രാവിലെ നിങ്ങൾക്ക് 369 മെത്തേഡ് ഒരാഗ്രഹത്തിന് വേണ്ടി ചെയ്യാം. വൈകിട്ട് നിങ്ങൾക്ക് ഒരാഗ്രഹം, ഒരു ദിവസം 2 ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യരുത്. കുറഞ്ഞത് ഒരു മണിക്കൂർ സമയത്തിന് ശേഷമേ അടുത്ത ആഗ്രഹം എഴുതാവുള്ളൂ. 2 ആഗ്രഹങ്ങൾ ഒരേ പേപ്പറിലും എഴുതരുത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വൈറ്റ് കളറിലെ A4 ഷീറ്റ് പേപ്പർ എടുക്കുക. A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, മക്കളുടെ ബുക്കിൽ നിന്ന് കീറിയെടുത്താലും മതിയാവും. പക്ഷേ ലൈൻസ് ഇല്ലാത്ത പേപ്പർ തന്നെ വേണം, അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ബ്ലാക്ക് കളർ ഒഴിച്ച് ഏത് കളർ ഇങ്കും എടുക്കാം. ഗ്രീനോ ബ്ലൂവോ, റെഡ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ എടുക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡിവൈസ് ഇതേപോലെ ഈ സംഖ്യകൾ എഴുതി ആ പേപ്പറിൻ്റെ ഒരു വശത്ത് നമ്മൾ വരയ്ക്കണം. വരച്ചതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നെയിം എഴുതണം. ഒഫീഷ്യൽ നെയിം മീൻസ് നമ്മുടെ SSLC, +2, ആധാർ കാർഡ്, ലൈസൻസ്, ഇതിലൊക്കെയുള്ള പേര്. ഇപ്പം സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് അച്ഛൻ്റെ പേര് മാറ്റി ഭർത്താവിൻ്റെ പേരാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേണം എഴുതാൻ. അതായത് സ്റ്റിൽ ഈ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം അത് വേണം നിങ്ങൾ എഴുതാൻ, അത് ശ്രദ്ധിക്കണം. അതിനുശേഷം ആ ഒരു പേപ്പറിൻ്റെ അപ്പുറത്തെ വശം, ഇപ്പോൾ പേപ്പറിന് 2 വശം, ഒരു വശത്ത് നമ്മൾ ഡിവൈസ് വരച്ചു, താഴെ നമ്മളുടെ കംപ്ലീറ്റ് നെയിം എഴുതി. അതിൻ്റെ അപ്പുറത്തെ വശത്തായിട്ട് വെറും ഒരേ ഒരു തവണ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് അത് എഴുതുക.
ആരുടെയെങ്കിലും ഫോൺ വരണം എന്നുണ്ടെങ്കിൽ ഇന്നയാളുടെ ഫോൺ വരണം, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി വേണം. നമ്മളത് മടക്കുമ്പോൾ ഡിവൈസ് അകത്തായിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ആ മടക്കിയ പേപ്പർ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയുകയാണ്. നമ്മൾ ആദ്യം ചെയ്തത് നമുക്ക് വേണം എന്ന് എഴുതി, അതിനുശേഷം ആ ഒരു ആഗ്രഹം നമുക്ക് നടന്നു കിട്ടി എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസേഷൻ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവിടെ വിഷ്വലൈസേഷൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കണ്ണടച്ച് തന്നെ ഇരിക്കണം. കണ്ണ് തുറന്നിരിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് മറ്റുള്ള രീതിയിലൂടെ ഡൈവേർട്ട് ആവുന്നത്. അപ്പം നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മൾ ആ പേപ്പറിൽ എഴുതിയ ആ ഒരു കാര്യം നമ്മൾ വിഷ്വൽ ചെയ്യുകയാണ്. അത് നടന്നു കിട്ടി. ഇപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ആ വിവാഹത്തിന് സാരിയൊക്കെ ഉടുത്ത് നമ്മൾ മണ്ഡപത്തിലോട്ട് പോകുന്നതും താലി കെട്ടുന്നതും അതിനുശേഷം ഗൃഹപ്രവേശം നടത്തുന്നതും വിരുന്ന് പോകുന്നതും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കണം. ഒരു 5 മിനിറ്റ് സമയം ഫോണിൽ ടൈമർ സെറ്റ് ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. അതിപ്പം ജോലിയാണെങ്കിലും ഒരു കാറ് മേടിക്കുന്നതാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടാണെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് കടം തീരാനുള്ള പൈസ കിട്ടുന്നതായിരിക്കും, അപ്ലൈ ചെയ്ത ലോൺ നമുക്ക് മേടിച്ചെടുക്കുന്നതായിരിക്കും, പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ വിളിക്കുന്നതായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമാണെങ്കിൽ അത് മാറുന്നതായിരിക്കും, അച്ഛനും മക്കളും തമ്മിലുള്ള പ്രശ്നം എന്താണെങ്കിലും അത് കഴിഞ്ഞ് കഴിയുമ്പം എന്താണോ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് അതേ രീതിയിൽ നമ്മുടെ മൈൻഡിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം അത് എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിരിക്കുക. നമ്മൾ കാണാത്ത രീതിയിൽ തന്നെ അത് സൂക്ഷിച്ച് വെക്കണം. ലെറ്റിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളതിനെ മറന്നു കളയുക. നമ്മുടെ കണ്ണ് എത്താത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പോൾ വാർഡ്രോബിനുള്ളിലോ മണി പേഴ്സിൽ അകത്ത് എവിടെയെങ്കിലുമോ നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങളുടെ മണി പേഴ്സിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി അത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. നിങ്ങളെ വിഷ്വലൈസ് ചെയ്ത നിങ്ങളുടെ എഴുതിയ ഈ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടുന്ന അന്ന് ആ ഒരു പേപ്പർ എടുത്ത് കത്തിച്ച് അതിൻ്റെ ചാരം പ്രപഞ്ചത്തിന് കളഞ്ഞ് 3 പ്രാവശ്യം താങ്ക് യുവും കൂടി പറഞ്ഞാൽ മതിയാവും. ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ, വേറെ യാതൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പേപ്പറിൽ 2 ആഗ്രഹം എഴുതരുത്, ഒരേ ഒരു ആഗ്രഹം മാത്രമേ എഴുതാവൂ. നിങ്ങൾക്ക് 2 ആഗ്രഹങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ ആയിട്ട് എഴുതാം. അതും ഒരു ദിവസം 2 ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ ഡിവൈസ് വരച്ച് ഉപയോഗിക്കാവുള്ളൂ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. വിശ്വാസത്തോടു കൂടി ചെയ്തവർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ കമൻസൊക്കെ ഞാൻ ആദ്യം വന്നപ്പം പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കണം. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.